പ്രിയമുള്ളവരെ, നമ്മൾ കേരളത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും KSRTCയിലും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസാണ്. ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡിജിറ്റൽ ലൈസൻസ് ഒരു പരിശോധകൻ വരുമ്പോൾ പോലീസാണെങ്കിലും MPD ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി. ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, പ്രിൻ്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാൽ മതി എന്ന് പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ അമെൻമെൻറ്റ് വന്നപ്പോൾ ആ അമെൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി, ഒരു പ്രിൻ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുന്നത്. ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു പ്രിൻ്റഡ് ലൈസൻസ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ നേരത്തെ തന്നെ പണം അടച്ചോളൂ, അത് കിട്ടും. പക്ഷേ അതിൻ്റെ പോസ്റ്റൽ ചാർജും എല്ലാം അടയ്ക്കണം. പക്ഷേ അത് ഒഴിവാക്കിയാണ് പുതിയതായി ഒരു പണം ഈടാക്കുന്നത്. ഈയിടെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. ഒരു ഡിജിറ്റൽ ലൈസൻസ് ഫ്രീ ആയി കൊടുത്തുകൊണ്ട് 100 രൂപ ഒഴിവാക്കി 200 രൂപ സർവീസ് ചാർജ് ഏർപ്പെടുത്തി. അത്രയും ഒരു സർക്കാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യൂ? അത് ശരിയുള്ള കാര്യമല്ലല്ലോ. അങ്ങനെയല്ല, ഡിജിറ്റൽ ലൈസൻസ് മതിയെന്നുള്ളവർക്ക് ഈ 100 രൂപ അടയ്ക്കേണ്ടതില്ല. അല്ലാത്തവർക്ക് 100 രൂപ അടച്ചാൽ കിട്ടും. മാത്രമല്ല, നിങ്ങളിപ്പോൾ അത് അടുത്തടയ്ക്കണമെന്നില്ല. നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ ചെയ്യുന്നത് പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു PDF കോപ്പി ഏതെങ്കിലും അക്ഷയയിലോ ഒരു പ്രിൻ്റ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ PVC കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ചെയ്യാം. ഏതൊരു മീഡിയത്തിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ ഒരു കാർഡ് വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തോളൂ. ഇതിനകത്തൊരു വ്യത്യാസമില്ല. അതിൽ കാണുന്ന QR കോഡ് ക്ലിയർ ആയിരിക്കണം. ആ QR കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും. നിങ്ങൾ തന്നെ QR കോഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ QR കോഡ് ക്ലിയർ ആയിരിക്കണം. ഡിജിറ്റലിലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും. പക്ഷേ പ്രിൻ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, QR കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി. ഡിജിറ്റൽ ലൈസൻസ് നമുക്ക് മൊബൈലിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിജി ലോക്കർ എന്നുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ആൻഡ്രോയിഡിലും അതേപോലെ തന്നെ ഐഫോണിലൊക്കെ ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് കാണുന്ന സ്ക്രീനിൽ താഴെ നെക്സ്റ്റ് എന്നുള്ള ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ എന്നുള്ള ഒരു ഐക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇനി നമുക്ക് ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. 1 2 3 4 എന്നുള്ള സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അതിവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ മെസ്സേജ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ആധാർ കാർഡ് എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ആധാർ കാർഡ് എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഴുവൻ വിവരങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതായത് ഇൻഷുറൻസ്, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എല്ലാം നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ RC ബുക്ക് അതുപോലെ ലൈസൻസ് എല്ലാം നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. താഴെ കാണുന്ന സെർച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഫെച്ചിങ് എന്നുള്ളത് നമ്മൾ കാണും. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കാണിക്കുന്നത്. അതിനുശേഷം ഒരു പച്ച ടിക്ക് മാർക്ക് വരും. അപ്പോൾ അത് ഓക്കെ ആയി എന്നാണ് അതിൻ്റെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മുഴുവൻ വിവരങ്ങൾ നമുക്കവിടെ കാണാം. അതേപോലെ തന്നെ അവിടെ QR കോഡും കാണാം. ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റും ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അത് ഇതേപോലെ നമുക്ക് മുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. അങ്ങനെ ഡിജി ലോക്കറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഈ ഡോക്യുമെന്റ്സ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്ന് വെച്ചാൽ പോലെ പോലീസ് ചെക്കിങ്ങോ എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.